വേദഭാഗത്തിലേക്ക് പോകട്ടെ. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ദൈവം ഒരു വിശ്വാസിക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ നന്മയാണ് ദൈവത്തിൻ്റെ മഹത്വം. ഒരാമേൻ പറഞ്ഞാട്ടെ. പക്ഷേ അതിനെന്തോ വേണം? ദൈവത്തിൻ്റെ ആലോചനയാൽ നടക്കണം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് മഹത്വത്തിലേക്ക് നിങ്ങൾക്ക് ഉയരുവാൻ കഴിയുന്നത്. ഇവിടെ വായിക്കുന്നു, പിന്നത്തേതിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യം ആലോചനയ്ക്ക് വിധേയപ്പെടണം. ഒരു അമേൻ പറഞ്ഞാട്ട്. അങ്ങനെ വിധേയപ്പെടുമ്പോഴാണ് പിന്നത്തേതിൽ എന്ത് കിട്ടുന്നത്? മഹത്വം ലഭിക്കുന്നത്. മഹത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ മഹത്വവുമായി ബന്ധപ്പെട്ടൊരു മർമ്മം പറയുന്നുണ്ട്. അവിടെ തള്ളിക്കളഞ്ഞവർ മഹത്വം വർണ്ണിക്കുവാനിടയാകുന്നു. ആ വാക്യം ഒന്ന് വായിക്കാം. മിസ്രയീമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. മതി. നമുക്കറിയാം അത് യൗസേപ്പിന്റെ കാര്യമാണ്. യൗസേപ്പിനെ സഹോദരന്മാർ എന്ത് ചെയ്തു? ദേഷിച്ചു. കാര്യം എന്താണ്? അപ്പനുമായുള്ള നല്ല ബന്ധം അവരെ അസൂയപ്പെടുത്തി. ഒരമ്മയും പറഞ്ഞോട്ടെ. പ്രിയ മക്കളെ, നിങ്ങൾക്കും അപ്പനുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ പലരും നിങ്ങളോട് എന്ത് ചെയ്യും? അസൂയപ്പെടും. അവർക്കറിയാം അപ്പനുമായുള്ള ബന്ധം നിങ്ങളെ ഉയർത്തും. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. അവർ ദേഷിച്ചു, അവനെ പകച്ചു, അവനെ കൊല്ലുവാൻ തക്കം അന്വേഷിച്ചു. ഒരു ദിവസം അവസരം ഒത്തുകിട്ടി. അവരെ തിരക്കി യൗസേപ്പ് എവിടെ വന്നു? അവർ ആടുമേയ്ക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അവർ കൂടി ആലോചിച്ചു. എന്തു ചെയ്തു? അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഒരു പൊട്ടക്കുഴിയിൽ എടുത്ത് ഇട്ടു. എന്നാൽ ഒരു വ്യക്തി എതിരായി സംസാരിച്ചു. അങ്ങനെ പൊട്ടക്കുഴി നിന്ന് അവനെ വലിച്ചു കയറ്റി. ഇശ്മായിലെ കച്ചവടക്കാർക്ക് എന്ത് ചെയ്തു? അവനെ 20 വെള്ളിക്കാശിന് വിറ്റു. അവൻ എവിടേക്കെത്തി? ഒരു നല്ല പ്രമാണിയുടെ വീട്ടിൽ വീട്ടുജോലിക്കാരനായി എത്തി. അവിടെ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അവിടുത്തെ സഹോദരി അടുത്ത വഴി തുറന്നു. എന്തിന്? തടവറയിൽ പാർക്കുവാൻ ഒരടുത്ത വഴി ആ സഹോദരി മനഃപൂർവ്വമായി തുറന്നു. അങ്ങനെ തടവറയിലെത്തി. ഏത് തടവറയിലാണ്? രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന തടവറയിൽ. ആ തടവറയിൽ വെച്ച് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് പ്രവേശനം ആർക്ക് കിട്ടി? യൗസേപ്പിന് കിട്ടി. ഇവിടൊക്കെ ഒരു പരമാർത്ഥം നീയും ഞാനും മനസ്സിലാക്കണം. എന്താണ്? പൊട്ടക്കുഴിയെ യൗസേപ്പ് പ്രാർത്ഥനാ മുറിയാക്കി മാറ്റി. വരികൾക്കിടയിൽ വായിക്കുകയാണ്. പൊട്ടക്കുഴി എന്താക്കി മാറ്റി? പ്രാർത്ഥനാ മുറിയാക്കി മാറ്റി. യെസ്, പൊത്തിപ്പേറിന്റെ ഭവനത്തെ അവൻ എന്താക്കി മാറ്റി? വിശുദ്ധിയുള്ള ഒരു പ്രാർത്ഥനാ മുറിയാക്കി മാറ്റി. തടവറയെ അവൻ എന്താക്കി മാറ്റി? പ്രാർത്ഥനാ മുറിയാക്കി മാറ്റി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കൊട്ടാരത്തിൽ കരയുവാൻ ഒരു മുറി അവന് ഒരുക്കപ്പെട്ടു. കൊട്ടാരത്തിനകത്ത് ഒരു പ്രാർത്ഥനാ മുറി അവന് ഒരുക്കപ്പെട്ടു. ഒരമ്മയും പറഞ്ഞാട്ട്. മക്കളെ, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നിന്റെ തടസ്സങ്ങളിൽ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, കൊട്ടാരത്തിൽ നിനക്ക് പ്രാർത്ഥനാമുറി ദൈവമൊരുക്കും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. നീ ആയിരിക്കുന്ന പ്രയാസങ്ങളിൽ, തടസ്സങ്ങളിൽ, രോഗങ്ങളിൽ നീ പ്രാർത്ഥനാമുറി ഒരുക്കുമെങ്കിൽ, കൊട്ടാരത്തിൽ, നന്മയുടെ കൊട്ടാരത്തിൽ, സൗഖ്യത്തിന്റെ കൊട്ടാരത്തിൽ, അത്ഭുതത്തിന്റെ കൊട്ടാരത്തിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥനാമുറി ദൈവമൊരുക്കും. അവിടെ നോക്കുക. അവിടെ താമസിക്കുമ്പോൾ സ്വപ്നം പോലെ കാര്യം നടക്കുകയാണ്. എന്താണ്? 7 വർഷം നല്ല കാലം, 7 വർഷം ക്ഷാമകാലം.
അരുളപ്പാട് കിട്ടി 7 വർഷം എന്ത് ചെയ്യണം? ഫലങ്ങളെല്ലാം സ്വീകരിച്ച് കളപ്പുരയിൽ സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ കളപ്പുരയിൽ സൂക്ഷിച്ചു വെച്ചു. അത് കഴിഞ്ഞ് ക്ഷാമകാലം ആരംഭിച്ചു. ആ സമയത്താണ് ഇസ്രായേലിലായിരിക്കുന്ന സഹോദരങ്ങൾക്ക് അറിവ് കിട്ടി, മിസ്രൈമിൽ ധാന്യമുണ്ട്. മക്കളെ, യൗസേപ്പ് എവിടെയുണ്ടോ അവിടെ എന്തുണ്ട്? ധാന്യമുണ്ട്. യൗസേപ്പ് യേശുവിന് മുൻകുറിയാണ്. ഹല്ലേലൂയ. എന്നിട്ടും 2 വർഷം അവർ തമ്മിൽ നോക്കിയിരുന്നു. യൗസേപ്പിന്റെ അടുക്കൽ മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അവരെന്ത് ചെയ്തു? 2 വർഷം തള്ളി നീക്കി, വൃഥാവാക്കി. അങ്ങനെ കളഞ്ഞ പള്ളി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ ആലയത്തെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടും ചില വർഷങ്ങൾ തള്ളി നീക്കി. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് ഇവിടെ എത്തുവാനിടയായി. 2 വർഷം തള്ളി നീക്കി. അപ്പോഴാണ് യാക്കോബ് പറയുന്നത്, നിങ്ങൾ തമ്മിൽ നോക്കിയിരിക്കുന്നത് എന്താ? മിസ്രൈമിൽ ധാന്യമുണ്ട്, ദൈവസഭയിൽ നന്മയുണ്ട്, ദൈവസഭയിൽ സൗഖ്യമുണ്ട്, സത്യസഭയിൽ ആനുകൂല്യമുണ്ട്. നിങ്ങൾ തമ്മിൽ നോക്കിയിരിക്കുന്നത് എന്താ? അവരെ എങ്ങോട്ട് അയച്ചു? മിസ്രൈമിലേക്ക് അയച്ചു, ധാന്യം കൊള്ളുവാൻ. ഒറ്റ നോട്ടത്തിൽ ആർക്ക് മനസ്സിലായി? യൗസേപ്പിന് മനസ്സിലായി അവന്റെ സഹോദരന്മാരാണെന്ന്. പക്ഷെ അവർക്ക് എന്ത് മനസ്സിലായില്ല? അവർക്ക് യൗസേപ്പിനെ മനസ്സിലായില്ല. അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യൗസേപ്പ് വെളിപ്പെടുത്തി, ഞാൻ യൗസേപ്പാണ്. അവർ ഭ്രമിച്ചു പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. യൗസേപ്പ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ മഹത്വം കണ്ടല്ലോ, ആ മഹത്വം നിങ്ങൾ വർണ്ണിക്കുന്നവരാകണം. ആരോട്? എൻ്റെ പിതാവിനോട്. ഒരാമേൻ പറഞ്ഞാട്ട്. ഇതൊരു വലിയ അനുഗ്രഹമാണ്. ഒരാമേൻ പറഞ്ഞാട്ട്. ഒരു കാലത്ത് നിന്നെ തള്ളിക്കളഞ്ഞവർ നിന്റെ മഹത്വം വർണ്ണിക്കുന്നവരായി മാറണം. ഒരാമേൻ പറഞ്ഞാട്ട്. ഒരു കാലത്ത് നിന്നെ വിടക്കന്നെണ്ണിയവർ, ഒരു കാലത്ത് നിന്നെ കല്യാണത്തിന് പോലും ഒഴിവാക്കിയവർ, നിന്നെ വിളിക്കാതെ പല കാര്യങ്ങൾ ചെയ്തവർ, നിന്റെ മഹത്വം വർണ്ണിക്കുന്നവരായി മാറണം. അത് ദൈവത്തിന്റെ ഒരു വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൽ തുടരുമെങ്കിൽ ദൈവം അത് ചെയ്യും. നോക്കുക, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. ഒരുപാട് പ്രതികൂലങ്ങൾ, 13 വർഷത്തെ ദുരിതപൂർണമായ ജീവിതം ആർക്ക്? യൗസേപ്പിന്. പക്ഷേ ദൈവത്തെ വിട്ട് അന്യപ്പെട്ടു പോയില്ല, അകന്നുപോയില്ല, ഊമവിഗ്രഹങ്ങളെ സേവിക്കാൻ പോയില്ല. പ്രതികൂലങ്ങളുടെ നടുവിലും കർത്താവിൽ തുടരുവാൻ തയ്യാറായി. തടവറയിലും കർത്താവിനെ സേവിച്ചു, പൊത്തിപ്പേറിന്റെ വീട്ടിലും കർത്താവിനെ സേവിച്ചു, പൊട്ടക്കുഴിയിലും കർത്താവിനെ സേവിച്ചു. എന്തുകൊണ്ട്? അവന്റെ അകത്തൊരു വെളിപ്പാടുണ്ട്. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, എന്റെ ദൈവം എന്നെ പരിപാലിക്കും. ഈ പ്രതികൂലങ്ങൾക്ക് ആയുസ്സില്ല, ഈ തടവറകൾക്ക് ആയുസ്സില്ല. ഒരു വലിയ വിടുതൽ വരുന്നുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യൗസേപ്പിന്റെ ചിന്ത നിന്നെയും ഭരിക്കട്ടെ. ഈ തടവറകൾക്ക് ആയുസ്സില്ല, ഈ കൊച്ചു വീടിന് ആയുസ്സില്ല, ഈ പ്രയാസങ്ങൾക്ക് ആയുസ്സില്ല. ദൈവം ഒരു വലിയ വിടുതൽ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, അത്ഭുത വഴി ഒരുക്കിയിട്ടുണ്ട്. എന്നെ നിന്ദിച്ചവർ ആശ്ചര്യപ്പെടുമാർ, ഭ്രമിക്കുമാർ, അസൂയപ്പെടുമാർ ഒരു വലിയ വിടുതൽ ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. അത്ഭുതകരങ്ങൾ ചലിപ്പിക്കപ്പെടാൻ പോവുകയാണ്. എന്റെ ദുഃഖം സന്തോഷമാകുകയാണ്, എന്റെ വിലാപം നൃത്തമാകുകയാണ്, എന്റെ ഹൃദയം പിടച്ച് വികസിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. നോക്കുക, അവൻ പറയുകയാണ്, മിസ്രൈമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. തള്ളിക്കളഞ്ഞവർ നിന്റെ മഹത്വം വർണ്ണിക്കുന്നവരായി മാറും. എത്ര പേർക്ക് ചേർന്ന് വിശ്വസിക്കാൻ കഴിയും?
നിന്നെ തള്ളിക്കളഞ്ഞവർ നിന്റെ മഹത്വം വർണ്ണിക്കുന്നവരായി മാറും. പിതാക്കന്മാരോട്, അതേ ചാർച്ചക്കാരോട്, ഗവൺമെന്റിനോട്, അയൽക്കാരോട് നിന്റെ മഹത്വം വർണ്ണിക്കുന്നവരായി മാറും. ഒരു കാലത്ത് ഞാൻ അവനെ നിന്ദിച്ചു, ദൈവത്തെ സേവിക്കാൻ പോയപ്പോൾ ഞാൻ കളിയാക്കി. എന്നാൽ ഞാൻ തകർന്നു, അവനിതാ ബലപ്പെട്ടിരിക്കുന്നു. അവൻ പാർക്കുന്ന വീട് നോക്ക്, ഞാൻ പാർക്കുന്ന വീട് നോക്ക്. അവനെ ദൈവം അനുഗ്രഹിച്ചു. ഈ ദൈവത്തെ എനിക്കും വേണം എന്ന് പറയത്തക്കവണ്ണം നീ മഹത്വം വർണ്ണിക്കുന്ന നിലവാരങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. വീണ്ടും പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ശത്രുവിന്റെ പരാജയം മഹത്വം വെളിപ്പെടലാണ്. അങ്ങനെ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയും. നോക്കാം. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമ്യർ അറിഞ്ഞു. നോക്കുക, ഇസ്രായേൽ മക്കളെ ഞെരുക്കുവാൻ തുടങ്ങി. ആര്? മിസ്രയീമ്യൻ. ഞെരുക്കിയപ്പോൾ അവർ എന്ത് ചെയ്തു? ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറായി. ഒരാമയും പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചോദിക്കുന്നു, രോഗങ്ങൾ നിന്നെ ഞെരുക്കുന്നുവോ? കടഭാരം നിന്നെ ഞെരുക്കുന്നുവോ? പിറുപിറുക്കാൻ വരട്ടെ, ദൈവത്തോട് നിലവിളിക്ക. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കരങ്ങളെ ചേർത്തടിക്ക. നിലവിളിക്ക, ദൈവത്തോട് നിലവിളിക്ക. മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്ക. നിന്റെ വിഷയം ദൈവത്തോട് പറ. അത്ഭുത വഴികൾ ദൈവം തുറക്കും. ഒരു മോശയെ രക്ഷകനായി ദൈവം എഴുന്നേൽപ്പിക്കും. അവര് നിലവിളിച്ചപ്പോൾ ദൈവം സങ്കടമറിഞ്ഞ്, കഷ്ടത കണ്ട്, നിലവിളി കേട്ട്. ഒരാമയും പറഞ്ഞാട്ട്. എങ്ങനെ? നിലവിളി കേട്ട്, കഷ്ടത കണ്ട്, സങ്കടം അറിഞ്ഞ് ദൈവം ഇറങ്ങി വന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ പോകുകയാണ്. വാഗ്ദത്തമാണ് ആദ്യം കൊടുത്തത്. അല്പം കഴിഞ്ഞപ്പോൾ അതിനെ നിവൃത്തി വെളിപ്പെടുവാനിടയായി. എന്നാൽ മുമ്പോട്ട് പോയപ്പോൾ ശത്രു മിണ്ടാതിരുന്നില്ല. ശത്രു പുറകെ കൂടി. ഇസ്രായേൽ മക്കൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഫറവോനും സൈന്യവും പുറകെ വരുന്നു. അതിന്റെ കാര്യം എന്താണ്? ദൈവം മിസ്രയീമിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. കാര്യം ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? തന്റെ മക്കളെ നിന്ദിച്ചവരെ, തകർത്തവരെ, ഒതുക്കാൻ നോക്കിയവരെ, പ്രയാസപ്പെടുത്തിയവരെ വെറുതെ വിടുകയല്ല, അവരെ ന്യായമായി ശിക്ഷിക്കുകയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഒരമ്മയും പറഞ്ഞാട്ട്. അങ്ങനെ ദൈവം തന്നെ മഹത്വപ്പെടുത്തുമെന്നാണ് വചനം വായിക്കുന്നത്. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടകളിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നുവെന്ന് മിസ്രയീമ്യർ അറിയും. ഒരമ്മയും പറഞ്ഞാട്ടെ. ആരറിയുമെന്ന്? 600 പേരുള്ള സൈന്യമാണ് ഇസ്രായേൽ മക്കളെ പിടിക്കാൻ വേണ്ടി എങ്ങോട്ട് വരുന്നത്? ഇസ്രായേൽ മക്കളുടെ പിന്നാലെ വരുന്നത്. ബാക്കി എല്ലാവരും എവിടെയാണ്? മിസ്രയീമിലാണ്. ഒരമ്മയും പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞത് മിസ്രയീം സൈന്യത്തെ കുറിച്ചാണ്. 600 രഥങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ത് ചെയ്യാൻ പോവാണ്? അവരെ പിടിക്കാൻ വേണ്ടി. ബാക്കി എല്ലാവരും എവിടെ നിൽക്കുക? മിസ്രയീമിലാണ്. പക്ഷേ അല്പ ദിവസങ്ങൾ കാത്തിരുന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പോയവരാരും തിരിച്ചു വരുന്നില്ല. അവർക്ക് മനസ്സിലായി എന്താണ്? പോയവർ ഒന്നുകിൽ കൊല്ലപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിച്ചത്തിരിക്കും. അവരൊരു കാര്യം വിളിച്ചു പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവം യഥാർത്ഥ ദൈവം. ഒരമ്മയും പറഞ്ഞാട്ടെ. മിസ്രൈമിലുള്ള ബാക്കി ജനം ഒരു കാര്യം വിളിച്ചു പറഞ്ഞു, നമ്മൾ നശിപ്പിക്കാൻ നോക്കിയത് ദൈവത്തിന്റെ ജനത്തെയാണ്. ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവം ചെങ്കടലിനെ 2ആയി വിഭാഗിച്ച് അവരെ അക്കരെ എത്തിച്ചു. പിടിക്കാൻ പോയ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബന്ധുക്കൾ മുങ്ങിച്ചത്തു. കലാകാലങ്ങളിൽ നിന്നെ പിടിക്കാൻ പുറകെ വന്ന അനേകരുണ്ട്. ചിലപ്പോൾ രോഗമായിരിക്കാം,
ചിലപ്പോൾ കടഭാരമായിരിക്കാം, ചിലപ്പോൾ അസൂയക്കാരായിരിക്കാം, ചിലപ്പോൾ ശത്രുക്കളായിരിക്കാം. ഭാരപ്പെടേണ്ട, നിനക്ക് വേണ്ടി ചെങ്കടൽ പിളരും, നിനക്ക് വേണ്ടി തടസ്സങ്ങൾ വഴിമാറും. എന്നാൽ നിന്റെ പിന്നാലെ വരുന്നവനെ തകർക്കുവാൻ തക്കവണ്ണം ചെങ്കടൽ വീണ്ടും ഒന്നിച്ചുകൂടും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ചാട്. നിന്റെ ശത്രു പരാജയപ്പെടുമ്പോൾ ദൈവം നിന്നിൽ മഹത്വം എടുക്കുകയാണ്, ദൈവം മഹത്വം എടുക്കുകയാണ്. അത് സംഭവിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. മുമ്പോട്ട് പോകാം. പുറപ്പാട് പുസ്തകം 28 2 വാക്യത്തിൽ പറയുന്നു, മഹത്വത്തിന്റെ വസ്ത്രം. പുറപ്പാട് 22 വാക്യം. നിന്റെ സഹോദരനായ അഹരോന് വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. പ്രിയമക്കളെ, നമുക്കൊരു വിശുദ്ധ വസ്ത്രം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതെന്താണ്? മഹത്വത്തിന്റെ വിശുദ്ധ വസ്ത്രം. അടുത്ത വാക്യത്തിലേക്ക് പോകാം. ആവർത്തന പുസ്തകം 9 26 വാക്യം. ഞാൻ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, കർത്താവായ യഹോവേ, നിന്റെ മഹത്വം കൊണ്ട് നീ വീണ്ടെടുത്ത് ബലമുള്ള കയ്യാൽ മിസ്രയീമിൽ നിന്ന്. വീണ്ടെടുപ്പ് ദൈവിക മഹത്വത്താൽ. ഒരാമേൻ പറഞ്ഞാട്ടെ. ദൈവം തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. അങ്ങനെയെങ്കിൽ നിനക്ക് വേണ്ടി ആ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. നിന്നെ വീണ്ടെടുക്കാൻ തക്കവണ്ണം അവന്റെ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെടും. കടഭാരങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, തടസ്സങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവന്റെ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെടും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ വേഗത്തിൽ പോകാം. വീണ്ടും 2 ശമൂവേൽ 6:22 വാക്യം. ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എന്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. നീ പറഞ്ഞ ദാസികളാലോ എനിക്ക് മഹത്വമുണ്ടെന്ന് പറഞ്ഞു. നോക്കുക, ദാവീദിന്റെ ജീവിതം. മീകൾ, അവന്റെ ഭാര്യ അവനെ നിന്ദിക്കുകയാണ്. എന്തിനാ നിന്ദിക്കുന്നത്? ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിച്ചതിന്. അവളുടെ ആശങ്ക എന്താണ്? ഈ രാജാവ് ഇന്ന് ലജ്ജ കൂടാതെ ആരാധിക്കുമ്പോൾ ഇവൻ ചെയ്യുന്ന പ്രവൃത്തി കാരണം ദാസികൾ ഇവനെ കളിയാക്കും, ദാസന്മാർ കളിയാക്കുമെന്നാണ് മീകളുടെ ആശങ്ക. പക്ഷേ മറുപടി പറയുകയാണ് ദാവീദ്, ഞാൻ ഇനിയും ഇതിലധികം ശക്തമായി ദൈവത്തെ ആരാധിക്കും. കേട്ടോ മീകളെ, സംഭവിക്കാൻ പോകുന്ന കാര്യം കൂടെ ഞാൻ പറയട്ടെ. നീ പറഞ്ഞ ദാസികളാലോ എനിക്ക് മഹത്വമുണ്ടാകും. ബരാമേൻ പറഞ്ഞാട്ടെ. ഇന്നും പലരുടെ ആശങ്ക ഇതാണ്. ഇങ്ങനെ കൈയടിക്കാൻ പോയി കഴിഞ്ഞാൽ നാണക്കേടാകത്തില്ലേ? നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയത്തില്ലേ കൈയടിക്കാൻ പോയെന്ന്? നിന്ദിക്കത്തില്ലേ? ഇല്ല. സംഭവിക്കാൻ പോകുന്ന കാര്യം കേട്ടോ. അവർ മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടാൻ പോവുകയാണ്. നിന്റെ ആരാധനയിൽ നീ മുന്നോട്ട് പോകുമെങ്കിൽ, അല്പം കൂടെ ആരാധിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ആര് നിന്ദിക്കുമെന്ന് ആശങ്ക പ്രകടിപ്പിച്ചോ, ബന്ധുക്കൾ ആശങ്ക പ്രകടിപ്പിച്ചോ, അവരാൽ നിനക്ക് മഹത്വം ഉണ്ടാകാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ. കർത്താവിന്റെ പേരെന്താണെന്നറിയാമോ? 24-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ദൈവത്തിന്റെ പേര് മഹത്വത്തിന്റെ രാജാവ്. നിന്റെ അപ്പൻ ആരാണ്? നിന്റെ ദൈവം ആരാണ്? മഹത്വത്തിന്റെ രാജാവാണ്. ലജ്ജയുടെ രാജാവല്ല, താഴ്ചയുടെ രാജാവല്ല, പരിഹാസത്തിന്റെ രാജാവല്ല, നിന്ദയുടെ രാജാവല്ല, മഹത്വത്തിന്റെ രാജാവ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ രാജാവ് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ മഹത്വം വെളിപ്പെടും. ഈ രാജാവ് നിന്റെ യാത്രയിൽ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ മഹത്വം വെളിപ്പെടും. ഈ രാജാവ് നിന്റെ ആലയത്തിൽ ഉണ്ടെങ്കിൽ മഹത്വം വെളിപ്പെടും. ഈ രാജാവ് നിന്റെ ഭാവിയിൽ ഉണ്ടെങ്കിൽ മഹത്വം വെളിപ്പെടും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. നോക്കുക, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ
വർണ്ണിക്കുന്നു. 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. മക്കളെ, ഇവിടെ 3 ലോകമുണ്ട്. ഇതൊക്കെയാണ് സ്വർഗം, അല്ലെങ്കിൽ ആകാശം, ഭൂമി, പാതാളം. ഈ പാതാളത്തിലും ഭൂമിയിലുമുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ ഭംഗിയുള്ളതാണെങ്കിലും അടുത്തു ചെല്ലുമ്പോൾ ഭയാനകമാണ്. നമ്മൾ സീനറി കാണുന്നു, സീനറി അല്ലേ? എന്താണ്? നല്ലൊരു കടൽ തീരം, കൊച്ചു കൊച്ചു പാറക്കുന്നുള്ള കടൽ തീരം. പക്ഷേ വീണാലുണ്ടല്ലോ പിന്നെ ജീവൻ കിട്ടത്തില്ല. അവിടെ ഇടയ്ക്കൊക്കെ എന്തിരിപ്പുണ്ടെന്നറിയാം? പാമ്പുകളുണ്ട്. ദൂരെ നിന്ന് കാണാൻ നല്ല രസമാണ്, അടുത്ത് ആപത്തുണ്ട്, അപകടങ്ങളുണ്ട്, വിഷമുണ്ട്. സ്വർഗത്തിലോ അല്ലെങ്കിൽ ആകാശത്തിലോ എന്തെങ്കിലും ഉണ്ടോ? പാമ്പുണ്ടോ? കുണ്ടളപ്പുഴുണ്ടോ? ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ഭൂമിയുടെ പല സ്ഥലങ്ങളും നാം കാണാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളല്ല. കഴിഞ്ഞ ദിവസം ഏറ്റവും പൊള്യൂട്ടഡായ ഒരു നദിയെക്കുറിച്ച് ഞാൻ നെറ്റിൽ കാണുവാനിടയായി. ഫിലിപ്പീൻസിലാണ് ഏറ്റവും അഴുക്കുള്ള ഒരു നദി. എല്ലാ അഴുക്കും അവിടെ തട്ടുന്നത്. അതുപോലെ ഇന്ത്യയിലുമുണ്ട്, കേരളത്തിലുമുണ്ട് അഴുക്കുള്ള സ്ഥലങ്ങൾ. നമ്മൾ ഒരു പ്രാവശ്യം പോലും നോക്കുവാൻ താല്പര്യപ്പെടാത്ത സ്ഥലങ്ങൾ. പക്ഷേ ആകാശത്തേക്ക് എത്ര പ്രാവശ്യം നോക്കിയാലും തൃപ്തി വരത്തില്ല. ഒരു അമേൻ പറഞ്ഞാട്ടെ. അത്രമാത്രം മനോഹരമാണ് അത്. ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആ ഓരോ നക്ഷത്രങ്ങളും, ചില ഗ്രഹങ്ങൾ അല്ലേ, അതിനെയൊക്കെ അവിടെ ഇവിടെ വെച്ചിരിക്കുന്നു. സൂര്യനെ വെച്ചിരിക്കുന്നു, ചന്ദ്രനെ വെച്ചിരിക്കുന്നു. വളരെ മനോഹരമായിട്ട് പകൽ സമയത്ത് നീലാകാശം എത്ര മനോഹരമാണ്. വിമാനത്തിൽ സഞ്ചരിച്ചവർക്കറിയാം, അല്പം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ മേഘത്തിൻ്റെയൊക്കെ ഒരു ഫോർമേഷൻ എത്ര കണ്ടാലും പൊതി തീരത്തില്ല. ഇതെങ്ങനെയാണ് കർത്താവ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് വിമാനത്തിൽ സഞ്ചരിക്കുന്നവർക്കറിയാം. മേഘത്തിൻ്റെ ഒരു വിരിപ്പ്, മേഘത്തിൻ്റെ തണൽ, അതിൻ്റെ ഫോർമേഷൻ. കുറേയേറെ ആയിരക്കണക്കിന് ഈ ആടിൻ്റെ പേരെന്താണ്? ഈ രോമമുള്ള ആടിൻ്റെ പേരെന്താണ്? ചെമ്മരിയാടുകൾ ഒരുമിച്ച് നീങ്ങുന്നത് പോലെ. എത്ര പേര് കണ്ടിട്ടുണ്ട്? നോക്കട്ടെ, എത്ര പേര് കണ്ടിട്ടുണ്ട്? ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അല്ലേ? 1000 ചെമ്മരിയാടുകൾ. അല്ല, നല്ല വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെണ്മ വേറെയില്ല. 1000 കോടിക്കണക്കിന് ചെമ്മരിയാടുകൾ ഒരുമിച്ച് നീങ്ങുന്നത് പോലെ. ഞാൻ മിക്കപ്പോഴും പോകുമ്പോൾ ഞാൻ സൈഡ് സീറ്റുകൾ ചോദിച്ചു വാങ്ങാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ മേഘങ്ങളെ കാണുന്നത്. എൻ്റെ വല്യമ്മച്ചി എന്നോട് ഒരു കാര്യം പഠിപ്പിച്ചു എന്നെ. ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയ വഴി അത് വളരെ കാണേണ്ട ഒരു വഴിയാണ്. ദുർഘടങ്ങളുള്ള വഴി. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി ദുർഘടങ്ങളെ നിരപ്പാക്കി കൊടുത്തു. മേഘത്തിൻ്റെ ഒരു തണൽ കൊടുത്തു. ഈ മേഘത്തണൽ എന്ന് പറഞ്ഞാൽ എനിക്കൊട്ടും അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ കണ്ടിട്ടില്ല മേഘത്തണൽ. പക്ഷേ എനിക്കൊന്ന് കാണണമെന്ന് താല്പര്യം തോന്നി. ഞാൻ ഇസ്രായേൽ സന്ദർശിക്കുന്ന സമയത്ത് ഞാൻ ടൂർ ഓപ്പറേറ്ററോട് പറഞ്ഞു, എനിക്ക് സൈഡ് സീറ്റ് നിർബന്ധമാണ്. വലിയ വിമാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ വിമാനം വളരെ ഉയരത്തിലാണ് പറക്കുന്നത്. 30-40 അടി ഉയരത്തിലാണ്, 40,000 അടി ഉയരത്തിലാണ് വലിയ വിമാനങ്ങൾ പറക്കുന്നത്. പക്ഷേ അന്ന് ഞാൻ പോകുന്ന സമയത്ത്, ഇന്നും അങ്ങനെ തന്നെയാണ്, ഇസ്രായേലിന് മറ്റ് രാജ്യങ്ങളുടെ മുകളിൽ കൂടെ പറക്കാനുള്ള അനുവാദമില്ല. മറ്റ് മുസ്ലിം രാജ്യങ്ങളുടെ മുകളിൽ കൂടെ പറക്കാൻ അനുവാദം ഇന്നുമില്ല. അതുകൊണ്ട് ചുറ്റിയാണ് മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകാൻ കൂടിപ്പോൾ ഒരു 2-5 മിനിറ്റ് യാത്ര ചെയ്താൽ മതി വിമാനത്തിൽ. അത്രയ്ക്ക് അടുത്താണ്. പക്ഷേ വ്യോമ അതിർത്തി വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് പാരാൻ മരുഭൂമിയിൽ കൂടെ കറങ്ങി വേണം പോകാൻ. ഈ പാരാൻ മരുഭൂമി എന്താണ്? ഇസ്രായേൽ മക്കൾ ചുറ്റി ചുറ്റി സഞ്ചരിച്ച മരുഭൂമിയാണ് പാരാൻ മരുഭൂമി. എന്തിനാ അങ്ങനെ ചുറ്റിച്ചത്? പെട്ടെന്ന് യുദ്ധം കണ്ടാൽ ഇവർക്ക് ഭയം വരും. ഇവരെന്ത് ചെയ്യും? മടങ്ങി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ചുറ്റി കൊണ്ടുപോയി. അതാണ് പാരാൻ മരുഭൂമി. അപ്പോൾ എനിക്കൊരു നല്ല അവസരം കിട്ടി. ഒരു കൊച്ചു വിമാനത്തിനകത്ത്
ഞങ്ങൾ മിസ്രൈമിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇസ്രായേൽ സന്ദർശനം കഴിഞ്ഞിട്ട് മിസ്രൈമിലേക്ക് പോവുകയാണ്. അവിടുന്ന് തിരിച്ചും. അപ്പോൾ ഒരു കൊച്ചു വിമാനത്തിൻ്റെ സൈഡ് സീറ്റ് എനിക്ക് കിട്ടി. അപ്പോഴാണ് ഈ മേഘത്തിൻ്റെ തണൽ എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടത്. എങ്ങനെയാണോ മേഘം മുകളിൽ നിൽക്കുന്നത് അതേ ആകൃതിയിൽ താഴെ എന്തുണ്ട്? തണലുണ്ട്. അതാണ് മേഘത്തണൽ. ഹല്ലേലൂയ. നോക്കുക, എന്തെല്ലാം കാര്യങ്ങളാണ് മേഘത്തിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. വായിക്കുന്ന വാക്യം എന്താണ്? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇതെന്താണ്? ദൈവത്തിന്റെ കൈവേലയാണ്. അങ്ങനെയെങ്കിൽ ആ വാക്യം അന്വർത്ഥമാകട്ടെ. എങ്ങനെയാണ്? ഓരോ ദിവസവും ഓരോ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യാണ് കർത്താവ്? എന്ത് ചെയ്യാണ്? ഇങ്ങനെ എടുത്ത് മാറ്റി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളൊക്കെ അറിയത്തില്ല, നമ്മൾ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് നക്ഷത്രമൊക്കെ തൂക്കത്തില്ലേ? നമ്മൾ ഒരു വീട്ടിലെ മൂലയ്ക്ക് ഒരെണ്ണം വെച്ചു, മുകളിൽ ഒരെണ്ണം തൂക്കി, അല്ലേ? വെക്കത്തില്ലേ? അതുപോലെ ആകാശത്തെ മനോഹരമാക്കിക്കൊണ്ട് അവന്റെ കൈവേല നടക്കുകയാണ്. ഇതുപോലെ നിന്നെയും മനോഹരമാക്കുവാൻ ദൈവത്തിന് കഴിയും. ആകാശവിധാനം പോലെ അവന്റെ കൈവേല കൊണ്ട് നിന്നെയും മഹത്വപ്പെടുത്തുവാൻ, നല്ല അനുഗ്രഹത്തിലേക്ക്, ഒരു മനോഹരതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ മുമ്പോട്ട്. 35-ാം സങ്കീർത്തനം 27-ാം വാക്യത്തിൽ മഹത്വമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. തന്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. മതി. നോക്കുക, ഞാൻ ഇപ്രകാരം പറയാറുണ്ട്. സത്യാലയത്തിൽ 1-2 വർഷം വന്നിട്ട് ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ വെറുതെ സമയം കളയണ്ട, നീ വേറെ പണി നോക്കിയാൽ മതി. ഞാൻ വളരെ കർക്കശമായ ചില കാര്യങ്ങൾ പറയുകയാണ്. എൻ്റെ അടുക്കൽ പലരും സാമ്പത്തിക ആവശ്യമായി വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകന്മാർ, കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന ആൾക്കാർ. പക്ഷേ എൻ്റെ ഒരു ചിന്തയുണ്ട്, ഒരു കാര്യമുണ്ട്. എനിക്ക് എന്നെ ദൈവം പഠിപ്പിച്ചത്, 10 വർഷമായി 5 വർഷമായി ദൈവത്തെ സേവിക്കുന്നു, ഇതുവരെയും ഒരു നന്മ കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയുന്നത് അവന് ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. അഹങ്കാരം വന്ന് ചിന്തിക്കരുത്. ഞാൻ പറയും, നിനക്ക് ദൈവമായിട്ട് യാതൊരു വീടില്ല വാസ്തേ. ഞാൻ മുഖത്ത് നോക്കി പറയും, നിനക്ക് ദൈവമായിട്ട് യാതൊരു കാര്യം. എനിക്ക് ദൈവത്തെ അറിയാം. ഒരാഴ്ചത്തെ ബന്ധമുണ്ടെങ്കിൽ, ഒരു ദിവസത്തെ ബന്ധമുണ്ടെങ്കിൽ, ഒരു മണിക്കൂറത്തെ ബന്ധമുണ്ടെങ്കിൽ ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആൾക്കാർ പറയാറുണ്ട്, യോ പാവപ്പെട്ട ദൈവദാസൻ, ഉടുക്കാൻ പോലും ഒരു മുണ്ടില്ല, കിടക്കാനൊരു വീടില്ല, യോപ്പ അവനെ സഹായിക്കണം. 5 പൈസ അവന് കൊടുത്തു കളയരുത്. അവന് ദൈവമായിട്ട് എന്തില്ല? യാതൊരു ബന്ധവുമില്ല. ഞാൻ പറയുന്നത് അഹങ്കാരത്തിന്റെ വാക്കല്ല, വിശ്വാസത്തിന്റെ വാക്കാണ്. ദൈവം വലിയവനാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവൻ നല്ലവൻ നല്ലവൻ. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച്. ഞാൻ പറഞ്ഞത്, 1 വർഷമായി ദൈവത്തെ സേവിക്കുന്നു, ഒരു മാറ്റവുമില്ല. സഭയെ കുറ്റപ്പെടുത്തരുത്, മാർഗത്തെ കുറ്റപ്പെടുത്തരുത്. നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തണം. നിന്റെ പ്രാർത്ഥന കുറവ്, നിന്റെ ചർച്ച അറ്റൻഡൻസിൽ വന്ന കുറവ്, നിന്റെ മല്യപിടുത്തത്തിൽ വന്ന കുറവ്, നീ ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാക്കിയില്ല, നീ ദൈവികമായ ചൈവനങ്ങളിലേക്ക് ഉയർന്നു വന്നില്ല, വിശ്വാസം വർദ്ധിച്ചില്ല, മല്ലുപിടിക്കാൻ തയ്യാറായില്ല. തയ്യാറായിരുന്നുവെങ്കിൽ അത്ഭുത വഴികൾ ദൈവം തുറക്കുമായിരുന്നു. പ്രിയ മക്കളെ, ഒരു പരമാർത്ഥം ഞാൻ വിളിച്ചു പറയട്ടെ. ഇന്ന് പകൽക്കാലം ദൈവ വചനം വായിക്കുകയാണെങ്കിൽ ചില മർമ്മങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടത്. ഇവിടേക്ക് ഞാൻ മടങ്ങി വരാം.
ഒന്ന്, ദൈവം തന്നോട് അടുക്കുവാൻ ജനങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ. രണ്ട്, ജനങ്ങൾ ദൈവത്തോട് അടുക്കുവാൻ ചെയ്ത കാര്യങ്ങൾ. ഇത് രണ്ടും പഠന വിഷയമാക്കണം. നാളുകൾ ദൈവത്തോട് അന്യപ്പെട്ടു പോയ ജനം ചില പ്രവാചകന്മാരുടെ വാക്ക് കേട്ടിട്ട്, ചില പിതാക്കന്മാരുടെ വാക്ക് കേട്ടിട്ട് ദൈവത്തോട് അടുക്കുവാൻ തയ്യാറായി. പഴയ നിയമകാലത്ത് എന്ത് ചെയ്തു? അവർ വചനം യാമങ്ങൾ വായിക്കുവാൻ തുടങ്ങി. എന്ത് ചെയ്തു? അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവർ ഉപവസിക്കുവാൻ തുടങ്ങി. അവർ കുറവ് ഏറ്റുപറയാൻ തുടങ്ങി. അവർ പെസഹ ആചരിക്കാൻ തുടങ്ങി. അകന്നുപോയ ദൈവം അടുത്തു വന്ന് അവരെ അനുഗ്രഹിച്ചു. ദൈവാനുഗ്രഹം കിട്ടുന്നില്ലേ? അതിന് എന്താണ് ചെയ്യേണ്ടത്? ചിന്തിക്കണം, പഠിക്കണം. മുൻകാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ എന്താണ് ചെയ്തത്? ദൈവത്തോട് അടുക്കുവാൻ. അതൊരു കാര്യം. മറ്റൊരു കാര്യം, ദൈവം തന്റെ ജനത്തെ തന്നിലേക്ക് അടുപ്പിക്കാൻ ചെയ്ത കാര്യങ്ങൾ എന്താണ്? ആ ചില വാക്യങ്ങളൊന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. ന്യായാധിപന്മാർ 13-ാം അധ്യായം 25-ാമത്തെ വാക്യം ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. ജനത്തെ തന്നിലേക്ക് അടുപ്പിക്കാൻ ദൈവം ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, വായിച്ചേ. ന്യായാധിപന്മാർ 13-ാം അധ്യായം 20, നമ്പേഴ്സ് അല്ല, ന്യായാധിപന്മാർ, ജഡ്ജസ്. സോരയ്ക്കും എസ്തായോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ആരെയാണ്? ശിംശോനെ. ദൈവത്തിന് ഒരുവനെ വേണം. എന്തിന്? തന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ. ദൈവം മനോഹയുടെ മകനിൽ ഒരുവനെ കണ്ടു, ശിംശോൻ. ദൈവം അവനെ ഉദ്യമിപ്പിക്കാൻ തുടങ്ങി. ഒരാമയും പറഞ്ഞാട്ടെ. ഈ ഒരു ആഗ്രഹം നിന്റെ അകത്തും വേണം. ദൈവം എന്നെ ഉദ്യമിപ്പിക്കണം. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, നല്ല പ്രവൃത്തിക്ക് വേണ്ടി എന്നെ ഉദ്യമിപ്പിക്കണം. ദേശത്തെ വിടുവിച്ചെടുക്കുവാൻ തക്കവണ്ണം, കെട്ടഴിക്കുവാൻ തക്കവണ്ണം, മുഖമൊടിക്കുവാൻ തക്കവണ്ണം, ഒരു അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം നീ എന്നെ, നിന്റെ ആത്മാവ് എന്നെ ഉദ്യമിപ്പിക്കണം. ഒരാമയും പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ശിംശോനെ ഉദ്യമിപ്പിക്കാൻ തുടങ്ങി. രാത്രി 2:30 2 മണിയാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഉദ്യമിപ്പിക്കണം. എന്തിനാ? ഒന്നിനു പോയിട്ട് വീണ്ടും വന്ന് കിടന്നുറങ്ങാൻ അല്ല, മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഒരു ഉദ്യമിപ്പിക്കൽ ഉണ്ടാകട്ടെ. എനിക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ പോരാ, എനിക്ക് എഴുന്നേൽക്കണം. ഞാൻ ഒരു അനുഗ്രഹമായി മാറണം. ഞാൻ മല്ലു പിടിച്ച് പ്രാർത്ഥിക്കും, ദേശാധിപതിയെ ബന്ധിക്കും, കെട്ട് അഴിക്കും, മുഖമൊടിക്കും. ഞാൻ മല്ലു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒരു ഉദ്യമിപ്പിക്കൽ സംഭവിക്കട്ടെ ദൈവാത്മാവിന്റെ. വീണ്ടും വേറൊരു വാക്യത്തിൽ വായിക്കുന്ന കാര്യം കേൾക്കണോ? വായിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 37-ാമത്തെ വാക്യം. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ. പ്രവൃത്തി 2:37-ാമത്തെ വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. വചനം കേട്ട് കുത്തുകൊള്ളണം. ഒരാമയും പറഞ്ഞാട്ടെ. കുത്തിപ്രസംഗമല്ല, മനഃപൂർവ്വമായിട്ട് നോക്കിക്കാനുള്ള പ്രസംഗമല്ല, അടിച്ചായിട്ടുള്ള പ്രസംഗമല്ല. പക്ഷെ കുത്തുകൊള്ളണം. ദൈവാത്മാവിനാൽ അകത്തൊരു കുത്തുകൊള്ളണം. ഞാൻ പ്രാർത്ഥിക്കേണ്ട വിധം പ്രാർത്ഥിച്ചില്ല, ഒരാലയം, ഒരാരാധന തെറ്റിച്ചു, ഞാൻ അവിശ്വാസം പറഞ്ഞു എന്നൊക്കെ ഒരു കുത്ത് അകത്ത് കൊള്ളണം. അത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഒരാമയും പറഞ്ഞാട്ടെ. വീണ്ടും വായിക്കാം. 24-ാം അധ്യായം, ലൂക്കോസ് 24-ാം അധ്യായം 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തോട് ജനത്തെ അടുപ്പിക്കാൻ ദൈവം ചെയ്യുന്ന മറ്റൊരു കാര്യം. ഓക്കെ, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. നോക്കുക,
എമ്മൗസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർ അവർ മടങ്ങിപ്പോകുകയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടു. അവർ പ്രിയം വെച്ച യേശു ഇതാ ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു. ഇനി ഒരു ജീവിതമില്ല, ഭാവിയില്ല. അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയാണ്. എന്നാൽ മറ്റൊരു വേഷത്തിൽ യേശു അവർക്കൊപ്പം ചേർന്ന് നടക്കുവാൻ തുടങ്ങി. അല്പദൂരം സഞ്ചരിച്ചപ്പോൾ ചില മർമ്മങ്ങൾ സംസാരിക്കുവാൻ തുടങ്ങി. അവർ കേട്ടു. ആ കേൾക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? അകത്ത് ഒരു കത്തൽ, പക്ഷേ അത് ഒളിച്ചു വെച്ചു. അല്പം മുമ്പോട്ട് പോയപ്പോൾ പോകാൻ വേണ്ടി പോയി യേശു. അവർ നിർബന്ധിച്ചു, ഞങ്ങളുടെ കൂടെ പാർക്കണം. ചെന്നു. അത്താഴ സമയമായപ്പോൾ എന്ത് ചെയ്തു? അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തി അപ്പോഴവിടെ കണ്ണ് തുറന്നു. അവൻ അപ്പർക്ക് അപ്രത്യക്ഷനായി. അവർ പറയുകയാണ്, എടാ, അവൻ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു കത്തലുണ്ടായില്ലേ? ഒരു കത്തലുണ്ടായില്ലേ? അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ? പ്രിയമക്കളെ, ദൈവം കണ്ടവർക്ക് എപ്പോഴും എന്തുണ്ടാകും? ഒരു കത്തൽ അകത്തുണ്ടാകും. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. ചില ആൾക്കാർ പറയാറുണ്ട്, അയാൾ അവിടെ കിടന്ന് കീറുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായി. അവിടെ ചാവുട്ടി പൊട്ടിച്ചെന്തൊക്കെ ചെയ്യുന്നതാണ്. എനിക്കൊന്നും കാര്യം എന്താണ്? വചനം സ്വീകരിക്കാൻ തക്കവണ്ണം അവിടെ ഹൃദയം തുറക്കപ്പെട്ടിട്ടില്ല. ഹൃദയ പരിച്ഛേദന വന്നിട്ടില്ല. ഹൃദയം അടയപ്പെട്ടിരിക്കുകയാണ്. ദുശ്ചിന്തകളാൽ, പൈശാചിക ചരക്കുകളാൽ ഹൃദയം മൂടി അടയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നെങ്കിലും ഇവിടെ അല്ല ഇരിക്കുന്നത്, ദൂരത്തെവിടോ ഇരിക്കുകയാണ്. ഹൃദയം അവർക്കൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഹൃദയങ്ങളെ തുറക്കണമേ, വചനം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഹൃദയങ്ങളെ തുറക്കണമേ. നോക്കുക, യേശുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ദൈവം കണ്ടതിന്, ശിഷ്യഗണത്തിന് എന്ത് സംഭവിക്കും? അകത്തൊരു കത്തൽ സംഭവിക്കും. അത് ദൈവത്തോട് അടുക്കുവാൻ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ അകത്ത് ഒരു കത്തൽ ഉണ്ടാകുന്നെങ്കിൽ നീ അവന്റെ ശിഷ്യനോ, നീ മകനോ മകളോ, യേശുവിന് വേണ്ടപ്പെട്ടവളോ വേണ്ടപ്പെട്ടവനോ വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് വ്യക്തിയോടെ ഈ കത്തൽ എന്തിനായി? കത്തല് അകത്തിരിക്കുന്ന നിരാശകളെ കത്തിക്കാൻ, അകത്തിരിക്കുന്ന തിക്താനുഭവങ്ങളെ കത്തിക്കാൻ, മനമുറിവുകളെ കത്തിക്കാൻ. ഇതിനായി കത്തൽ കേട്ടോ. വീണ്ടും കർത്താവ് വേറൊരു കാര്യം നോക്കാം. അപ്പോൾ പ്രവൃത്തികൾ 16-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രവൃത്തികൾ 16-ാം അധ്യായം 14-ാമത്തെ വാക്യം. തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. കേട്ടോ, പൗലോസ് സംസാരിച്ചത് കേൾക്കേണ്ടതിന്, ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു. ചിലതിന്റെ ഹൃദയത്തെ കർത്താവ് തുറക്കാൻ പോവാ. ഒരാമേൻ പറഞ്ഞാട്ടെ. കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണ വിടുതൽ അവകാശമാക്കുന്ന നിലവാരങ്ങളിലേക്ക് ഉയർന്നു വരുന്ന നിലവാരങ്ങളിൽ ദൈവം ചിലതിന് ഹൃദയങ്ങളെ തുറക്കുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. നിന്റെ ഉയർച്ചയിൽ പ്രസാദിക്കുന്ന ദൈവം 2 വർഷമായി 3 വർഷമായി ദൈവത്തെ അറിയുന്നു, ഇതുവരെ ഉയർച്ച കിട്ടിയില്ലെങ്കിൽ നിന്റെ ചില ചെയ്വനങ്ങളിൽ നിനക്ക് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അല്പം കൂടെ മല്ലുപിടുത്തം വേണം, അല്പം കൂടെ പ്രാർത്ഥന വേണം, അല്പം കൂടെ കൂട്ടായ്മയ്ക്ക് വില കൊടുക്കണം, അല്പം കൂടെ രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. എന്നാൽ നിന്റെ ഉയർച്ച കണ്ടിട്ട് ചിലർ ദൈവത്തിന് മഹത്വം കൊടുക്കും.
എങ്ങനെ? തൻ്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ. ഓ ഓ അവനെ സേവിച്ച മകനെ ദൈവം മാനിക്കുന്ന വിധമോർത്ത് ദൈവം തന്റെ ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ.